മറ്റാരുണ്ട് LDF അല്ലാതെ? മലപ്പുറം ജില്ലയിൽ തീപാറും പോരാട്ടങ്ങൾ നടക്കുന്ന നിയോജകമണ്ഡലങ്ങൾ ഒന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വേങ്ങര നിയോജകമണ്ഡലം. വേങ്ങര നിയോജകമണ്ഡലത്തിലെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴക്കൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രചാരണം അവസാന ലാപ്പിലാണ്. എങ്ങനെ പോകുന്നു പ്രചാരണം? പ്രചാരണം നല്ല രസമായിട്ട് പോകുന്നുണ്ട്. കാരണം കുടുംബയോഗങ്ങൾ രണ്ടാമത് തുടങ്ങി ഞങ്ങൾ. കാരണം നമ്മൾ പ്രചരണമൊക്കെ എല്ലാവരും കുടുംബയോഗങ്ങൾ കഴിഞ്ഞു, രണ്ടാമത് വീണ്ടും കുടുംബയോഗങ്ങൾ. ഇന്നൊക്കെ രാവിലെ മുതൽ നമ്മൾ വീണ്ടും കയറൽ തുടങ്ങി. കാരണം കാണാത്ത കുറേ ആളുകളുടെ പ്രായമായ ഒരു അസുഖം അവരൊക്കെ വീട്ടിൽ പോയി. അങ്ങനെ ധാരാളം വീടുകളിൽ നിന്ന് രാവിലെ കണ്ടു, ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തു, വീണ്ടും കുടുംബയോഗങ്ങളിലേക്ക് കയറി. ഇന്ന് പിന്നെ രാത്രി സിത്താര വരുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയാണ് ഇന്നുള്ളത്. അപ്പോൾ അതിനും കൂടി എല്ലാവരും ക്ഷണിക്കുകയാണ്. പത്രിക കഴിഞ്ഞോ? അതില്ല, അത് ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും അറിയിക്കും. അത് മേഖലയിലെ ഗതാഗത കുരുക്കിനൊക്കെ തന്നെ ശാശ്വത പരിഹാരം മുൻനിർത്തുന്ന രീതിയിൽ പരിഹാരം ഉണ്ടാവും. നമ്മൾ വ്യക്തമായി അതിൽ കൃത്യമായി കാണിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ താങ്കൾ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, എതിർ സ്ഥാനാർത്ഥി ഈ നാട്ടുകാരനല്ല, ഇവിടെ മത്സരിക്കുന്ന ഒരാൾ ഈ നാട്ടുകാരനാണെങ്കിൽ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ് അത്തരമൊരു വിമർശനം ഉന്നയിക്കാൻ KM ഷാജിക്കെതിരെ ഉന്നയിക്കാൻ കാരണം? അല്ല, അദ്ദേഹം പറഞ്ഞതിന് തന്നെ മറുപടി ആയിട്ട് തന്നെ പറയാം. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പക്ഷെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ നാടിൻ്റെ വേങ്ങരയുടെ വികസനമാണ് എൻ്റെ രാഷ്ട്രീയം. അത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓരോ കാര്യം പറയുമ്പോൾ അതാണ് തുടങ്ങേണ്ടത്. അദ്ദേഹത്തിന് എന്താ പ്രയാസം? ഞാൻ ഒരിക്കലും ഷാജി സാഹിബിനെ കുറ്റം പറയാനേ അല്ലേ, പോയിട്ടേ ഇല്ല, പറയൂല കേട്ടോ. അതിൻ്റെ രീതിയുമല്ല. അദ്ദേഹം പറയുന്ന പോലെ ഒന്നും പറയാൻ എന്നെ കൊണ്ട് കഴിയൂല. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ആ വാക്കുകളൊന്നും, അത്ര കടുകട്ടിയായ വാക്കുകളൊന്നും ഉപയോഗിക്കാനും കഴിയില്ല. ഒന്നും കഴിയാത്ത ഓരോരുത്തർ സ്വഭാവം. അദ്ദേഹത്തിന് എന്താ പ്രയാസം? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യത്തിൽ എന്നെ വിഷമപ്പെടുത്തി. 25%, അത് ഞാൻ വീണ്ടും 25% വേങ്ങർക്കും 75% ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും. അങ്ങനെ ഒരു ചെയ്യാനല്ലല്ലോ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത്രയും കാലം ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്താ? വരുന്ന സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങൾക്ക് വേങ്ങരയ്ക്ക് കിട്ടുന്നില്ല. അവരവരുടെ ബിസിനസ്സും അവർ വേറുള്ള രാഷ്ട്രീയവും കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ കാര്യം നോക്കാൻ ആളില്ല എന്നതിലാണ് LDF ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സബാഹ് ഈ നാട്ടുകാരനെ ഇവരെ ഇടയിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ച് നിർത്തുന്നതാണ്. രാഷ്ട്രീയം പറയുന്നതിന് കൂടെ തന്നെ അവരതിന് പറയുന്ന മറുപടി, ഇപ്പോൾ VS അച്യുതാനന്ദൻ മലമ്പുഴ വന്ന്, AK ആന്റണി തിരൂരങ്ങാടി വന്ന്, അപ്പോൾ നാട്ടുകാർ മത്സരിക്കുക എന്ന വാദത്തിന് പ്രസക്തിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. വേങ്ങരയെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് നിങ്ങൾ ഉയർത്താൻ കാരണം? എന്നെങ്കിലും ഒരാൾ വരുന്ന പോലെയല്ലല്ലോ. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരാളെ കിട്ടിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതുവരെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു MLA കാണാൻ പോലും വിളിച്ചാൽ കിട്ടാത്ത രൂപത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് എൻ്റെ ചെറുപ്പകാലത്ത് വന്ന് കൊല്ലത്തുനിന്ന് ഒരാളാണ് വന്ന് അന്നേ കണ്ടിട്ടുള്ളൂ. പിന്നെ മുനീർ സാഹിബ് കോഴിക്കോട് നിന്ന് വന്നു. പിന്നെ വന്നത് ഉമ്മർ സാഹിബ് മഞ്ചേരിയിൽ നിന്ന്. ഞങ്ങളെന്താ വേങ്ങരക്കാർക്ക് ഒരാളില്ലേ? 2,10,000 വോട്ടർമാരുള്ള ഈ നാട്ടിൽ നിന്ന് ഒരു വേങ്ങരക്കാരനെ ഒരു പ്രാവശ്യങ്ങളും മത്സരിപ്പിക്കണ്ടേ ഈ നാട്ടിൽ? അല്ല, അദ്ദേഹം പറഞ്ഞു വേങ്ങരയുടെ പുത്രൻ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നത്. പക്ഷെ ഇപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട് അവിടെയാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നാടില്ലാണ്ടായി. കുഞ്ഞാപ്പം അങ്ങനെയാണ് പറഞ്ഞത് കേട്ടാ. വേങ്ങരയുടെ പുത്രൻ, ഞാൻ വേങ്ങരയുടെ പുത്രനാണ് അറിയാം. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അന്നൊക്കെ ഞാനൊക്കെ കുഞ്ഞാപ്പാൻ്റെ കൂടെ ആയിരുന്നു. എന്നാണ് വേങ്ങരയുടെ പുത്രൻ എന്നൊക്കെ പറയാം, നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുതലോ. കുഞ്ഞാപ്പ പറഞ്ഞ വാക്കപ്പേ പറഞ്ഞിട്ടുള്ളൂ, ഇത് വേങ്ങരക്കാരൻ. അത് ഞാൻ പറഞ്ഞത്. കുഞ്ഞാപ്പ ഇപ്പം എന്ത് ചെയ്തു? ഞാൻ അങ്ങോട്ട് പോകണം, കുഞ്ഞാപ്പ പോവുകയും ചെയ്തു, ഷാജിനെ ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു വയനാട്ടിൽ നിന്ന്. സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചിരുന്നത്. വിവിധ പാർട്ടികളുടെ പിന്തുണയൊക്കെ തന്നെ ലഭിച്ചിരുന്നത്. ഇത്തവണ UDF പ്രധാനപ്പെട്ട ഒരു വാദം നിങ്ങൾക്കെതിരെ വരുന്ന STPയുടെ പിന്തുണയുണ്ട്. അവർക്ക് അനുവദിച്ച അതേ ചിഹ്നം തന്നെ നിങ്ങൾക്ക് അനുവദിച്ച് അതുകൊണ്ടാണെന്നൊക്കെ തന്നെ പറയുന്നത്. അതിനുള്ളൊരു മറുപടി എന്താ? സ്വതന്ത്ര ചിഹ്നല്ലേ? ഞാൻ കൊടുത്തത് ഫുട്ബോളായിരുന്നു. വ്യക്തമായാലും നമ്മളൊരു കളവൊന്നുമല്ലല്ലോ പറഞ്ഞു. കഴിഞ്ഞ കൊടുത്ത ചിഹ്നമാണ് കൊടുത്തത്. ഫുട്ബോൾ കൊടുത്തു, അത് കിട്ടിയില്ല. പിന്നെ കൊട കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഉപയോഗിച്ചൊരു ഇവിടെയൊക്കെ ഉപയോഗിച്ചത് LDF ഞങ്ങളിവിടെ ഉപയോഗിച്ച ചിഹ്ന കത്രിക, അതാണ് നമ്മൾ ഇനി ലാസ്റ്റ് കൊടുത്തത്. അത് കിട്ടി. എനിക്കും ഷറഫലിക്കും കത്രികയാണേ. ഞാൻ നോക്കി, എനിക്ക് മാത്രമേ കത്രിക ഉള്ളൂ. നോക്കിയപ്പോൾ ഷറഫലിക്ക് കത്രിക ഉണ്ട്. ഈ സ്വന്തം ചിഹ്നത്തിൽ നിന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത് ആർക്കും റിസർവ് ചെയ്തതല്ലോ. അങ്ങനെ കിട്ടിപ്പോയതാണ്. അല്ലാതെ അതെന്താ സംഗതി ഒന്നും പറയാനില്ല. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? വേങ്ങരക്കാരെന്നുള്ളൊരു കുറ്റമല്ലല്ലോ. വേങ്ങരക്കാരെന്ന് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. എൻ്റെ നാടിനല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മഞ്ചേരിക്കാരെന്ന് പറയാൻ പറ്റും. എനിക്ക് ഞാൻ ഇവിടെ ജനിച്ച് ജീവിച്ചും പഠിച്ച മനുഷ്യനായതുകൊണ്ട് ഞാൻ വേങ്ങരക്കാരെന്ന് പറഞ്ഞു. ഈ നാടിന് ഞാൻ എന്താ പറഞ്ഞു, വ്യക്തമായ രാഷ്ട്രീയം എനിക്കുണ്ട്. എൻ്റെ നാടിൻ്റെ വികസനം, അതാണ് എൻ്റെ രാഷ്ട്രീയം. അതായത് ഞാൻ കറക്റ്റായിട്ട് ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ എല്ലാ മേഖലകളിൽ കൂടി കടന്നു വരികയാണ്. അന്ന് മുതലേ എനിക്ക് എൻ്റെ വേങ്ങരനെ പറ്റിയിട്ട് എനിക്കൊരു സ്വപ്നമുണ്ട്. അത് യാഥാർത്ഥ്യമാക്കണം. തീർച്ചയായിട്ടും ഇവിടുന്ന് വിജയിച്ചേ പറ്റൂ.
ആയിട്ടുള്ള ഒരു വിഷൻ എന്താണ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ? ആദ്യത്തെ അതിന് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ വിഷയവും ഒരേപോലെ ഇവിടുത്തെ റോഡ് വികസനം, ഇപ്പം ബ്ലോക്കുകൾ, പിന്നെ നമ്മൾ ഗ്രാമീണ മേഖല സകല റോഡുകളും തുടങ്ങി അന്നത്തെ അതേപോലെ തന്നെ കുടിവെള്ളം എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇപ്പോഴും കാണാം. ഞാൻ ഇന്നലെയും കണ്ടു ഈ ടാങ്കറിൽ വെള്ളമടിക്കുന്നത്, ഏതോ യുപിയിലൊക്കെ ഉള്ള പോലെ ടാങ്കറിൽ വെള്ളമടിക്കുന്ന സമയം അതേമാതിരിക്ക് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോകണു. അതൊക്കെ പ്രയാസങ്ങളല്ലേ. പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാക്കിയ കോളേജ് എന്ത് ചെയ്തു? ഗവൺമെൻറ് തലത്തിൽ വന്ന കോളേജ് അദ്ദേഹം തന്നെ പറഞ്ഞു 16ഓളം കൂടിയ ട്രസ്റ്റിൻ്റെ പേരിലാക്കിയാണ്. അതൊക്കെ നല്ല വലിയ മോശമല്ലേ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം IT മന്ത്രിയായിരുന്നു. ഇന്ന് വലിയ രസമുണ്ട്. ഒരു ദേവസ്യ പറഞ്ഞൊരു MLA, ഞാനിപ്പോൾ ഇന്നലെ കുറച്ച് ദിവസം മുമ്പാണ് വായിച്ചത്. ദേവസ്യ പറഞ്ഞ MLA തൃശ്ശൂരിൽ, അയാൾ അവിടെ ഒരു IT കൊണ്ടുവന്നു. നമ്മളെ മിനിസ്റ്റർ എത്ര പ്രാവശ്യം IT മിനിസ്റ്ററായി. ഒരാൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥാപനം, ഇനി അതല്ല വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹം തുടങ്ങിയ. പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് മിനി ഊട്ടി. ആ മിനി ഊട്ടിയിലൊക്കെ അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഈ നാടിന് എന്തോരം വരുമാനമായിരിക്കും വരിക. ഞങ്ങളിപ്പോൾ ഫുട്ബോൾ നടത്തുമ്പോൾ പോലും മിനി ഊട്ടിയും ഞങ്ങൾ ഫുട്ബോളിന് കണക്ട് ചെയ്ത് KSRTC ഒരു പദ്ധതി കൊണ്ടുവന്നു. കേരളത്തിൽ എല്ലാ സ്ഥലത്തും കളി കാണാൻ കൊണ്ടുവരിക. ആ കൂട്ടത്തിൽ നമ്മൾ മിനി ഊട്ടിയും, പക്ഷേ മിനി ഊട്ടിക്ക് അന്ന് വണ്ടി പോകില്ല. പിന്നെ എന്ത് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരും? മിനി ഊട്ടി അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. അത് ഭയങ്കര പ്രശ്നം. പിന്നെ പോയത് ആശുപത്രി. നമ്മളിവിടുത്തെ ഈ മണ്ഡലത്തിൽ മാത്രം കിടത്തി ചികിത്സ ഇല്ല. വലിയൊരു അപാകതല്ലത്. കുന്നുപുറത്തോ വലിയ നല്ല നിലയിൽ ബിൽഡിംഗ് ഉണ്ട്, വേങ്ങരയുണ്ട് ബിൽഡിങ്, നല്ല ബിൽഡിങ്ങാണ്. കിടത്തി ചികിത്സ ഇല്ല. ഈ മണ്ഡലം 2,10,000 ആൾക്കാർ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ കിടത്തി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാൽ ആരോടത് പറയുക? വിഷമമല്ല, നിങ്ങളും ആലോചിച്ച് നോക്കി. അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്നതാണ് വേങ്ങരക്കാരൻ്റെ സ്വപ്നം. അതാണ് വരുന്നത്. ഇതൊക്കെ വളരെ ചെറിയ കാര്യമായിട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ആളുകൾക്ക് നമുക്ക് ധാരാളം സ്ഥലങ്ങളുണ്ട്. കുറേ നിലം നമ്മൾ പറയാം. ആ നിലത്തിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നടക്കാനും ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടാക്കുക. ആളുകൾക്ക് ഈ ഫ്രീ ടൈം ഉണ്ടല്ലോ, ശനി ഞായറൊക്കെ ഒഴിവുള്ള സമയം, അല്ലെങ്കിൽ വൈകുന്നേരം പോയിരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ പണ്ടുള്ള പദ്ധതിയായിരുന്നു കൂരിയാട് തൊട്ടിട്ട് മലപ്പുറം വരെയുള്ള റോഡ് വികസിപ്പിക്കണം, വീതി കൂട്ടി അതൊരു 4 ട്രാക്ക് ആക്കി അതൊരു സ്മാർട്ട് റോഡാക്കുന്നതോട് കൂടി എന്തായി വേങ്ങരത് ഇപ്പോൾ ഉള്ള പ്രയാസം. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓഫീസ് കോഴിക്കോടാണ്. 25 മിനിറ്റ് കൊണ്ടാണ് കൂരിയാട് നിന്ന് ഞാൻ കോഴിക്കോട് എത്തുന്നത്. അതേ സമയത്ത് 1 മണിക്കൂർ കൊണ്ടാണ് വേങ്ങര എൻ്റെ വീട്ടിൽ നിന്ന് കൂരിയാട്ടേക്ക് എത്തുന്നത്. അതൊരു 5 മിനിറ്റ് മതി. അങ്ങനെ ആയെന്നെ കോഴിക്കോട് പോയി വരാൻ നമുക്ക് എത്ര സമയം വേണം? നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഉച്ചയാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് എത്തുന്ന രൂപത്തിൽ. പക്ഷേ വേങ്ങരയ്ക്ക് വരിക എന്ന് പറയുമ്പോൾ കൂരിയാട് കടന്നാൽ പിന്നെ ബ്ലോക്കാണ്. ഇതുവരെ അതൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു വലിയ കഷ്ടം തന്നെയല്ലേ. അല്ല, ഞാൻ ഒറ്റക്കല്ലത്, ഒരു വേങ്ങരക്കാരൻ. ഞങ്ങൾ ഒന്നിച്ചാണ് ഒരു സഭാഹയെ നിൽക്കുന്നുള്ളൂ. ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിത് എല്ലാവരുമാണ്. എല്ലാവരും നിങ്ങൾ സ്വകാര്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനോട് ചോദിച്ചാൽ അവനുണ്ട്. ഈ വിള്ളൽ വീഴ്ത്തല്ല, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുവേ. ഇതിലെല്ലാവരും വോട്ട് ചെയ്യുമ്പോഴല്ലേ ജയിക്കുള്ളൂ. നമ്മളിവിടെ ഒരു ഭൂരിപക്ഷ വോട്ട് കിട്ടുമ്പോഴേ നമ്മൾ ജയിക്കുള്ളൂ. അതിലേക്കാണ് വേങ്ങര നടന്നെടുക്കുന്നത്. യാതൊരു സംശയമില്ല. എല്ലാവരും വോട്ടും കിട്ടും. എല്ലാവരും വോട്ടും. ഞാൻ എല്ലാവരും അതിനാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൂടുന്നത്. എന്തിനാ? എല്ലാവരും വോട്ടും സമാഹരിച്ച് ഞങ്ങൾ നാട്ടിലെല്ലാവരും കൂടിയാ വോട്ട് ചെയ്യുന്നുണ്ട് സബാഹിന്. അതിനാണ് കത്രിക ചിഹ്നം. അത് ഇനിയിപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്ത് വലിയൊരു ഗുണം കിട്ടിയിട്ടോ. ഈ ചിഹ്നത്തമ്മിൽ കുറച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അത് നന്നായി ഫേമസ് ആയി. സബാഹിൻ്റെ ചിഹ്നം എന്താ? കത്രിക. അവരെന്നെ പറഞ്ഞ് അവരെ വീട്ടിലും സബാഹിൻ്റെ ചിഹ്നം ഏതാന്നുള്ള ആയി. അതൊരു വലിയ ഗുണം കിട്ടിയിപ്പോൾ. പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് സബാഹ് കുണ്ടുപുഴക്കൽ മുന്നോട്ട് പോവുകയാണ്. കുടുംബയോഗങ്ങൾ ഇപ്പോൾ പറപ്പൂർ മേഖലയിലാണുള്ളത്. ആ രീതിയിലുള്ള വാദങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.